എല്ലാ മക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്ലാസ് 4 ഇംഗ്ലീഷ് യൂണിറ്റ് 1 ബിയോണ്ട് ഫിയർ ലെസൺ ആക്ടിവിറ്റീസ് 4 to 8 വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ. പേജ് നമ്പർ 20 to 24. ആക്ടിവിറ്റീസ് 1 to 3 കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ആവശ്യമുള്ള മക്കൾക്ക് പോയി കാണാവുന്നതാണ്. ആക്ടിവിറ്റി 4. ദ ഫയർമാൻ ഹെൽപ്ഡ് ദിൽനാസ് മദർ വേക്കപ്പ്. ഫയർമാൻ ദിൽനയുടെ അമ്മയെ എഴുന്നേൽക്കാൻ സഹായിച്ചു. ദിൽന വിഷ്ഡ് ടു താങ്ക് ദം. ദിൽന അവർക്ക് നന്ദി പറഞ്ഞു. ഷീ മെയ്ഡ് എ കോൾ ടു ദ ഫയർ സ്റ്റേഷൻ. അവൾ ഫയർ സ്റ്റേഷനിലേക്ക് കോൾ ചെയ്തു. എനാക്ട് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിൽന ആൻഡ് ദ ലേഡി ഓഫീസർ ഇൻ ദ ക്ലാസ്. നിങ്ങൾ ക്ലാസ്സിൽ ദിൽനയും ലേഡി ഓഫീസറും തമ്മിലുള്ള കോൺവെർസേഷൻ ആക്ട് ചെയ്യണം. ദെൻ റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിൽന ആൻഡ് ഓഫീസർ. എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ബോക്സിൽ ദിൽനയും ലേഡി ഓഫീസറും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതി ചേർക്കേണ്ടതാണ്. ഓക്കെ, നമുക്ക് എഴുതാമല്ലേ. ഹലോ മാഡം, ഐ ആം ദിൽന കോളിംഗ് ഫ്രം ചെറുവപ്പാടി. ഹലോ മാഡം, ഞാൻ ദിൽനയാണ്, ചെറുവപ്പാടിയിൽ നിന്ന് വിളിക്കുന്നു. അപ്പോൾ ലേഡി ഓഫീസർ പറയുകയാണ്, ഓ ഐ റിമെമ്പർ യു, ഹൗ ആർ യു ദിൽന. ഞാൻ ഓർക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, സുഖമാണോ? അപ്പോൾ ദിൽന പറയുന്ന മറുപടി നിങ്ങൾ താഴെ ബോക്സിൽ എഴുതി ചേർക്കുക. എന്തായിരിക്കും? ഐ ആം ഫൈൻ മാഡം. അപ്പോൾ നെക്സ്റ്റ് ലേഡി ഓഫീസർ, വാട്ട് അബൌട്ട് യുവർ മദർ, ഈസ് ഷീ ഓക്കെ നൗ? അമ്മയ്ക്ക് സുഖമാണോ? ലേഡി ഓഫീസർ ചോദിച്ചു അല്ലേ. അപ്പോൾ ദിൽന മറുപടി പറയുന്നു, യെസ് ഷീ ഈസ് ഓക്കെ. ഐ നോ എനിവേ യു സേവ്ഡ് അവർ മദർ. നിങ്ങൾ എൻ്റെ അമ്മയെ രക്ഷിച്ചു. അപ്പോൾ ലേഡി ഓഫീസർ പറയാണ്, ഓ നോ അല്ല, ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു ഹെൽപ്പ് അതേഴ്സ് ഇൻ എമർജൻസി സിറ്റുവേഷൻ. ഇതെൻ്റെ ഡ്യൂട്ടിയാണ്. എമർജൻസി സിറ്റുവേഷനിൽ മറ്റുള്ളവരെ രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ജോലിയാണ്. അപ്പോൾ ദിൽന റിപ്ലൈ ചെയ്തു, താങ്ക് യു മാഡം. ഓക്കെ, വെൽക്കം, ബൈ. നെക്സ്റ്റ് ആക്ടിവിറ്റി 5. ഹിയർ ആർ സം പിക്ചേഴ്സ് വിച്ച് ഷോ സം എമർജൻസി സിറ്റുവേഷൻ. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കാണിച്ചിരിക്കുന്നു. എമർജൻസി സിറ്റുവേഷൻ സൂചിപ്പിക്കുന്ന പിക്ചേഴ്സ്. ഐഡൻറ്റിഫൈ ദ സിറ്റുവേഷൻ. നിങ്ങൾ ആ സിറ്റുവേഷൻ ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഫസ്റ്റ് പിക്ചർ ഫയർ എക്സ്പ്ലോഷൻ, തീപിടുത്തം. സെക്കൻഡ് റോഡ് ആക്സിഡൻറ്റ്, ഗ്യാസ് എക്സ്പ്ലോഷൻ, ഡ്രോണിങ് ഇൻ വാട്ടർ, വെള്ളത്തിൽ മുങ്ങിപ്പോയി അല്ലേ കുട്ടി. വാട്ട് ആർ സം അതർ എമർജൻസി സിറ്റുവേഷൻസ് വി മൈറ്റ് എക്സ്പീരിയൻസ് ഇൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റ് എമർജൻസി സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? കുറച്ചെണ്ണം നമ്മൾക്ക് എഴുതാം. എന്തൊക്കെ സംഭവിക്കാം? ഫ്ലഡ്, വെള്ളപ്പൊക്കം, ലാൻഡ് സ്ലൈഡ്, മണ്ണിടിച്ചിൽ, സഡൻ ഇൽനെസ്, പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ, സിവിയർ വെതർ, അതായത് ഭയങ്കരമായിട്ടുള്ള മഴ, കാറ്റ്, ഇങ്ങനെ കാലാവസ്ഥ മാറുന്നുണ്ടല്ലോ. ഇലക്ട്രിക്കൽ ഷോക്ക്, ആക്സിഡൻറ്റ്, എർത്ത് കേക്ക്, ഭൂമികുലുക്കം, ഹാർട്ട് അറ്റാക്ക്, ഫയർ എക്സെട്ര. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മളുടെ ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 6. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് കെയർഫുള്ളി. താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് ശ്രദ്ധിച്ച് വായിക്കുക. ദിൽന ആൻഡ് ഹെർ ബ്രദർ വെർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ്. ദിൽനയും ബ്രദറും ബാക്ക് യാർഡിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീ റാൻ ടു ദ ഡോർ ആൻഡ് ഓപ്പൻഡ് ഇറ്റ്. അവൾ അതിൻ്റെ അടുത്തേക്ക് പോയി തുറന്നു. ഇനി അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ചെയ്യാൻ പറഞ്ഞത്? ലുക്ക് അറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. അവിടെ അടിവരയിട്ടിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കൂ. ദേ ആർ നെയിമിംഗ് വേർഡ്സ്. ആ വാക്കുകളെ എന്ത് പറയും? നെയിമിംഗ് വേർഡ്സ് എന്നാണ് പറയുക. ഏതൊക്കെയാണ് അണ്ടർലൈൻ ചെയ്ത വാക്കുകൾ? ദിൽന, ബാക്ക് യാർഡ്, ഡോർ. നെയിമിംഗ് വേർഡ്സ് ആർ ദ നെയിംസ് ഓഫ് പീപ്പിൾ, പ്ലേസസ്, ആനിമൽസ് ആൻഡ് തിങ്സ്. നെയിമിംഗ് വേർഡ്സ് എന്നാൽ എന്താണ്? ആൾക്കാരുടെ പേര്, സ്ഥലങ്ങളുടെ പേര്, ആനിമൽസ് മൃഗങ്ങളുടെ പേര്, തിങ്സ് സാധനങ്ങളുടെ പേര്. ഇവിടെ ദിൽന എന്നുള്ളത് നെയിം ഓഫ് പീപ്പിൾ, ഒരു കുട്ടിയുടെ പേരാണല്ലേ. ഇനി ബാക്ക് യാർഡ് ഒരു പ്ലേസ് ആണ്. ഡോർ ഒരു തിങ്, ഒരു സാധനമാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഫൈൻഡ് ഔട്ട് മോർ നെയിമിംഗ് വേർഡ്സ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ദർ. സ്റ്റോറി വായിച്ച് കൂടുതൽ നെയിമിംഗ് വേർഡ്സ് കണ്ടെത്തി എവിടെ തന്നിരിക്കുന്ന സ്പേസിൽ എഴുതി ചേർക്കൂ. നമുക്ക് സ്റ്റോറി വായിക്കാം, നെയിമിംഗ് വേർഡ്സ് കണ്ടെത്താമല്ലേ. ദിൽന, ഇസാക്ക്, മദർ, ഫയർമാൻ, ഗ്രാൻഡ് മദർ, ബാക്ക് യാർഡ്, ഹൗസ്, സ്കൈ, കിച്ചൺ, ടേബിൾ, ഫോൺ. ഇനിയും റൈമിംഗ് വേർഡ്സ് സ്റ്റോറിയിലുണ്ട്, നിങ്ങൾ കണ്ടെത്തി എഴുതൂ. നെക്സ്റ്റ് ആക്ടിവിറ്റി 7. ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ആക്ഷൻ വേർഡ്സ്. താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് നോക്കിയിട്ട് അതിന് സ്യൂട്ടായിട്ടുള്ള ആക്ഷൻ വേർഡ്സ്, അതായത് പ്രവൃത്തി എഴുതുക. ദിൽന എന്താണ് ചെയ്യുന്നത്? ദിൽന ഈസ് സ്കിപ്പിംഗ് അല്ലേ. നെക്സ്റ്റ് ഇസാക്ക് എന്താണ് ചെയ്യുന്നത്? ഇസാക്ക് ഈസ് ക്ലൈംബിംഗ് ദ ട്രീ. നെക്സ്റ്റ് ദിൽന ഈസ് റീഡിംഗ് ദ ബുക്ക്. പുസ്തകം വായിക്കുകയാണ്. ദേ ആർ
റണ്ണിങ് ഫാസ്റ്റ്, അവർ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ വാച്ചിങ് ദ ടി വി, അവർ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്, അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 8. ദ ഫോളോയിങ് ഈവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് ആർ ജംബിൾഡ്. ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്ന സ്റ്റോറിയിൽ നിന്നുള്ള കുറച്ച് സെൻറ്റൻസുകൾ ജംബിൾഡ് തെറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഓർഡർ മാറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അറേഞ്ച് ദ ഈവൻറ്റ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ, നിങ്ങളത് കറക്റ്റ് ഓർഡറിലായിട്ട് എഴുതുക. നോക്കാം, ഇവിടെ കൊടുത്തിരിക്കുന്നത് ദിൽന റഷ്ഡ് ടു ഹെർ മദർ ആൻഡ് ഷുക്ക് ഹെർ ജെൻലി. 2 firemen rushed into the house. She ran to the phone and dialed 101. The mother smiled at the firemen and thanked them. Dilna and her little brother were playing in the backyard. They spotted a plate of cookies on the table. Dilna was invited to the fire station to receive an award. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നടന്ന ഇവൻ്റ് സംഭവം ഏതാണ്? ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ വർ പ്ലേയിങ് ഇൻ ദ ബാക്ക്യാർഡ്. ദിൽനയും അവളുടെ സഹോദരനും ബാക്ക്യാർഡിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് രണ്ടാമത് നടന്നു, ദേ സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ. തേർഡ്, ദിൽന റഷ്ഡ് ടു ഹെർ മദർ ആൻഡ് ഷുക്ക് ഹെർ ജെൻലി. ഫോർത്ത്, ഷീ റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് 101. ഫിഫ്ത്ത്, 2 firemen rushed into the house. സിക്സ്ത്ത്, the mother smiled at the firemen and thanked them. Seventh and last, Dilna was invited to the fire station to receive an award. കണ്ടിന്യൂഷൻ വീഡിയോ ലഭിക്കുന്നതിനായി എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.